One little bump in a funny little pond fought with its dad, its dear loving dad. Jump, 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 jump. Bum, 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 bum. എന്റെ മാക്കാണ്ട ചട്ടം കഴിഞ്ഞോ? നീ എന്നെ പഠിപ്പിച്ച ഞാൻ ഡാഡിയോട് പറഞ്ഞു കൊടുക്കുവേ. പറഞ്ഞു കൊടുക്കാൻ നിന്റെ ഡാഡി ഇപ്പൊ എവിടെ? ആ അതറിയത്തില്ല. നിനെങ്ങനെ പറഞ്ഞു കൊടുക്കും? പപ്പ ഫോൺ ചെയ്യുമ്പോ പറഞ്ഞു കൊടുക്കും. അയ്യോ പറഞ്ഞേക്കല്ലേ, ഡാഡി മക്കാനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലും. ഇല്ല, എന്റെ ഡാഡി സ്വീറ്റ് ഡാഡിയാ. അപ്പൊ മമ്മിയോ? റോസ് മോൾക്ക് മമ്മി ഇല്ല. റോസ് മോളുടെ മമ്മിയും ഡാഡിയും എല്ലാം പപ്പ എന്നെ പല്ല് തേപ്പിക്കും, കുളിപ്പിക്കും, പാട്ട് പാടി ഓർക്കും. പിന്നെ മോളുടെ ഡാഡിയെ മാക്കാനൊന്ന് കാണണമല്ലോ. മാക്കാന്ന് ഡാഡിനെ കാണാൻ പറക്കണം. ഓ, വിമാനത്തിൽ കയറി പോണം. എവിടെ പോണം? ആ അതറിയത്തില്ല. പിന്നെ എങ്ങനെയാ മോള് പോവാ? പപ്പ ഇവിടെ വരുമോ? പപ്പ വരില്ല, അങ്കിൾ വരും. ഏതങ്കിള്? ആ എനിക്കറിയില്ല. നീ നിന്റെ പപ്പയുടെ മോള് തന്നടി. Sir, Sawa 11 leaving to Goa for inter-school football championship. Salute. About turn. Yes. Left, right, 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 left, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. പട്ടോളി, Yes. എന്താ ഈ കുട്ടികളുടെ തലയിൽ ഇങ്ങനെ എസ് എന്ന് ചുട്ടികുത്തിയിരിക്കുന്നത്? Yes for Savoy. സ്കൂളിനോടുള്ള പ്രതിബദ്ധത. തന്റെ ഈ പരിപ്പുവട ഏറല്ല ഫുട്ബോൾ. തനിക്ക് ഫുട്ബോളിന്റെ ഉത്ഭവത്തെ കുറിച്ച് ഇല്ല, അറിയാം. പറയൂ. വന്നിട്ട് പറഞ്ഞുതരാം. ഈ കുട്ടികളെ ഇങ്ങനെ മൊട്ടയടിച്ച് കോമാളി വേഷം കെട്ടിക്കണോ? ഒളാമ്പി, തനിക്ക് ബ്രസീലിലെ റൊഡൈലെ കുറിച്ച് അറിയോ? ലോകം കണ്ട ഏറ്റവും വലിയ ഫുട്ബോളർ ഇതാ വടിച്ചിരിക്കുന്നുണ്ടോ? ഇത് റൊണാൾഡോ അല്ലേ? അതയാൾക്ക് പള്ളിയിലിട്ട പേരാണ്. ഫീൽഡിലെ പേര് റൊഡാലിയോ. ചിരിച്ചത് മതി. റൊഡാലിയോ മൊട്ടയടിച്ചപ്പോ എല്ലാവർക്കും ഓഹോ. ഇന്ത്യയിൽ ആദ്യമായി വട്ടോളി മൊട്ടയടിപ്പിച്ചപ്പം ആഹാ. തിങ്കളാഴ്ച ഗോവയിൽ നടക്കാൻ പോകുന്ന നാഷണൽ ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ ഞാൻ വാർത്തെടുത്ത എന്റെ കുട്ടികളെ കളിക്കളത്തിൽ ഇറക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഗെറ്റ് ഇൻ. തിരിച്ചു വരുമ്പോ കപ്പുമായി വരും. ഇല്ലെങ്കിൽ അത് വരുമ്പോ കാണാം. ഡൺ. മോളുടെ ഡാഡിയുടെ മൂക്കെന്താ ഇങ്ങനെ പേന പോലെ? ഡാഡിയുടെ മൂക്ക് നീണ്ട മൂക്ക, പാരറ്റ് നോസ്. അങ്ങനെയാണെ റോസ് മോൾ ഡാഡിയുടെ മൂക്കെന്ന് വരയ്ക്കാം. അത് ഈസി അല്ലേ? ഓക്കേ, കം. ഗുഡ്. മോളുടെ ഡാഡിനെ ഒളിമ്പിയം വരയ്ക്കട്ടെ. മോളുടെ ഡാഡിയുടെ തല മൊട്ടത്തലയാ? എന്റെ ഡാഡിക്ക് നല്ല മുടിയാ. അയ്യേ, ഇങ്ങനെയല്ല. എന്നാ വരച്ചേ മോള്? ഇങ്ങനെ തന്നെ. മോളുടെ ഡാഡിയുടെ മീശ ഇങ്ങനെയാണോ? ഒളിമ്പ്യൻ പോലീസാണ്. അല്ലല്ല, മാക്കാൻ മാക്കാൻ. എന്റെ ഡാഡിക്ക് മീശയില്ല. ഹായ് ഡാഡ്. ഉമ്മ ഉമ്മ ഉമ്മ. സർ, ഇയാളാണ് ഞാൻ സംശയിക്കുന്ന കുട്ടിയുടെ ഫാദർ. പോലീസ് റെക്കോർഡ്സുകളെല്ലാം ഒന്ന് പരിശോധിക്കൂ. ഓക്കെ സർ. Come on, find out. Hurry.
a video conference. Good evening, sir. Verghese, your finding is quite shocking. He is Luther, Lawrence Luther. ലോക രാജ്യങ്ങളിലെ എല്ലാ പോലീസ് വിങ്സും ഇന്റർപോളും ശ്രമിച്ചിട്ടും പിടികിട്ടാത്ത ഡ്രെഡഡ് ക്രിമിനൽ. 1970s ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ മയക്കമരുന്ന് കള്ളക്കടത്തിലൂടെ ഇയാൾ തന്റെ ക്രിമിനൽ കരിയർ ആരംഭിക്കുന്നു. 80കളിൽ ആയുധ വിൽപ്പനയിലേക്ക് തിരിഞ്ഞ ഇയാൾ USSRനെ തകർച്ച മുതലാക്കിക്കൊണ്ട് ഭീകരവാദികൾക്ക് ആയുധ വിൽപ്പന ആരംഭിക്കുന്നു. അയാളുടെ ഇപ്പോഴത്തെ സ്പെഷ്യലൈസേഷൻ ബഹുരാഷ്ട്ര കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ കൈപ്പറ്റിക്കൊണ്ട് വ്യാവസായിക അട്ടിമറി നടത്തുക എന്നതാണ്. Sir, what is his nationality? Nationality? Unfortunately, he is an Indian. From our great Cochin. Luther, the dreaded criminal and a dear father. Lawrence Luther, you are my superstar! മാം വരുന്നുണ്ട്. പപ്പയൊന്ന് വിളിച്ചു തരാൻ പറയാമോ? മാം, ഇത് നമ്മുടെ കാഷ് ഡമ്മിങ് പാക്കേജിൽ പെട്ടതാണ്. ഓയിൽ മസാജ്. മാം, Yes? എന്റെ പപ്പേനെ വിളിച്ചു തന്ന അത്യാവശ്യമാണ്. ഇപ്പഴാ നമുക്ക് എത്ര അത്യാവശ്യം? എനിക്കല്ല, ഈ ഒളിമ്പിയനാ. ഞാനൊന്നും പറഞ്ഞില്ല. അയ്യേ, മാമിന്റെ സാരി പോപ്പി തൂറ്റിയേ. റിഫ്ലക്ടറിലാണോ ചന്തപ്പിള്ളേരുടെ പാട്ട്? തുറക്കോ ബൈ. ഓപ്പൺ യുവർ മൗത്ത്. ഐ സേ ഓപ്പൺ യുവർ മൗത്ത്. ഇനി പാടാ, പാടാൻ. പേരക്ക ഒറ്റക്കാലൻ ചിറ്റപ്പ എന്റെ പറമ്പിൽ ചേട്ടന്റെ പറമ്പിൽ ഒറ്റക്കാലൻ ചിറ്റപ്പ എന്റെ പറമ്പിൽ തൂറല്ലേ ചേട്ടന്റെ പറമ്പിൽ തൂറിക്കോ. ചക്കത്തുമ്മ തൂറല്ലേ എന്റെ പറമ്പിൽ തൂറല്ലേ ചേട്ടന്റെ പറമ്പിൽ തൂറിക്കോ. ടീച്ചറെ, കമാന്നൊരു അക്ഷരം വേണ്ടി പോരുത്. രണ്ടക്ഷരം ഉണ്ടല്ലോ. തനിക്ക് എന്താണ് ഇവിടെ കാര്യം? തന്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ പ്ലേ ഗ്രൗണ്ടിൽ മതി. ഇവിടെ ഡിസിപ്ലിൻ ആണ് ആവശ്യം. ലെഫ്റ്റ് റൈറ്റ് ആണ് ഡിസിപ്ലിന്റെ മന്ത്രധ്വനി. ചിന്തയിലും പ്രവൃത്തിയിലും ആ ലെഫ്റ്റ് റൈറ്റ് ഇല്ലാത്തതാണ് ടീച്ചറുടെ കുഴപ്പം. എന്റെ ചിന്തകൾക്കല്ല, തന്റെ തെറിപ്പാട്ടിനാ കുഴപ്പം. അയ്യോ, എന്റെ ടീച്ചറെ തെറിപ്പാട്ടൊന്നും അല്ല, എന്റെ ഡാഡി പഠിപ്പിച്ചതാ എസ്റ്റേഡേയും റാഹേലിന്റെയും പാട്ട്. നിന്റെ ഡാഡി പഠിപ്പിച്ച പാട്ടൊക്കെ അങ്ങ് വീട്ടിൽ പാടിയാ മതി. ലിസൺ, ബുക്കർ പ്രൈസ് കിട്ടിയ അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലെ എസ്തയും റാഹേലും ചേർന്ന് പാടുന്ന പാട്ടാണിത്. എന്റെ ഏഞ്ചലെ ഗ്രാമത്തിന്റെ ചൂടും ചൂരും അറിയുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന കുട്ടികളെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? യു മസ്റ്റ് ബി ദ ഗോഡസ് ഓഫ് സ്മോൾ തിങ്സ്. ചെറിയ കാര്യങ്ങളുടെ തമ്പുരാട്ടിയാകണം.